ഇന്ത്യൻ സൈനിക സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പാക് ആക്രമണത്തിന് കടുത്ത തിരിച്ചടി കൊടുത്തെന്ന് വിദേശകാര്യ മന്ത്രാലയം. 400ഓളം ഡ്രോണുകൾ തകർത്തു. പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് 36 സൈനിക സംവിധാനങ്ങളെയെന്നും സിവിലിയൻ കേന്ദ്രങ്ങളെയുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനെല്ലാം ഫലപ്രദമായി പ്രതിരോധിച്ച് കടുത്ത തിരിച്ചടി നൽകി എന്ന് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു. पाकिस्तानी सेना ने नियंत्रण रेखा पर भारी कैलिबर वाले हथियारों से गोलीबारी भी की. अंतर्राष्ट्रीय सीमा और नियंत्रण रेखा पर लेह से लेकर सरक्रीक तक 36 स्थानों पर 300 से 400 लगभग ड्रोनों का इस्तेमाल घुसपैठ का प्रयास करने के लिए किया गया. പാകിസ്ഥാൻ ഡ്രോണുകൾ തൊടുത്തത് യാത്രാ വിമാനങ്ങളെ മറയാക്കിയാണ്. സംഘർഷാവസ്ഥ ഉണ്ടായിട്ടും യാത്രാ വിമാന സർവീസുകൾ പാകിസ്ഥാൻ തടഞ്ഞില്ല. യാത്രാ വിമാനത്തിന് പിന്നാലെ ഡ്രോണുകൾ തൊടുക്കുകയായിരുന്നുവെന്നും സോഫിയ ഖുറേഷി പറഞ്ഞു. इसके अलावा पाकिस्तान का गैर जिम्मेदाराना व्यवहार फिर से सामने आया. 7 मई 2025 को रात 8:30 बजे एक असफल अकारण ड्रोन और मिसाइल हमला करने के बावजूद पाकिस्तान ने अपना नागरिक हवाई क्षेत्र बंद नहीं किया. पाकिस्तान अपने नागरिक विमानों को ढाल के रूप में इस्तेमाल कर रहा है, जबकि उसे अच्छी तरह से पता है कि भारत पर उसके हमले से हवाई रक्षा की तीव्र प्रतिक्रिया होगी. പാകിസ്ഥാൻ ശ്രമിക്കുന്നത് സംഘർഷങ്ങളെ വർഗീയവൽക്കരിക്കാനാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസിയും പറഞ്ഞു. പൂഞ്ചിലെ ഗുരുദ്വാര പാകിസ്ഥാൻ ആക്രമിച്ചതാണ്. ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ നുണപ്രചാരണം നടത്തുകയാണെന്നും വിക്രം മിസ്രി അറിയിച്ചു. Is Pakistani claims that they did not target or attack any religious places. You would recall that yesterday I shared with you an incident related to the attack on a Gurdwara in Poonch. Instead of owning up to these attacks, Pakistan made the preposterous and outrageous claim that it was the Indian Armed Forces and the Indian Air Force that was targeting cities like Amritsar and trying to put the blame on Pakistan. ന്യൂസ് മലയാളം ന്യൂസ് ഡയറക്ടർ ഇ സനീഷും അസോസിയേറ്റ് എഡിറ്റർ വി എസ് സനോജുമാണ് കൃത്യമായ വിവരങ്ങളും വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ഇ സനീഷിലേക്കാണ്. ഈ സനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഘർഷങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്ന് തെളിവ് സഹിതമാണ് ഇന്ത്യ ഇപ്പോൾ തുറന്നുകാട്ടിയത്. പഹൽഗാമിൽ ഭീകരർ എന്താണോ ചെയ്തത്, ഒരു ഔദ്യോഗിക സൈനിക സംവിധാനം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് വർഗീയ ലഹളയ്ക്കുള്ള വഴിയൊരുക്കുകയാണ്. യഥാർത്ഥത്തിൽ യുദ്ധം സൈന്യത്തോട് മാത്രമല്ല പാകിസ്ഥാന്റെ കുപ്രചരണങ്ങളോട് കൂടിയാണ്. ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്തൊക്കെയാണ്? ബിനിൽ, രാജ്യത്താകെ തന്നെയും ഒരു യുദ്ധ ആശങ്കയുണ്ട്. നമ്മൾ സംഘർഷ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. യുദ്ധത്തെ ഭയപ്പെടുന്ന ആളുകൾക്ക്, യുദ്ധത്തെ ഭീതിയോടെ കാണുന്ന ആളുകൾക്ക് ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ യുദ്ധ ആശങ്കയുള്ള സമയത്ത് വളരെ സമാധാനം നൽകുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ട വാർത്താ സമ്മേളനങ്ങൾ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയവും സൈനിക ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന ഈ വാർത്താ സമ്മേളനം എന്നതിന് ഒരു തെളിവ് കൂടിയായി ഇന്നത്തെ അവരുടെ വാർത്താ സമ്മേളനം. അതികൃത്യതയാർന്ന വാക്കുകളിലൂടെ അങ്ങേയറ്റം അവധാനതയോടുകൂടിയാണ് ഇന്നത്തെ കാര്യങ്ങളും അവർ വിശദീകരിച്ചത്. അതിൽ ബിനിൽ ഇപ്പോൾ സംസാരിച്ച് നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതുതന്നെയാണ്. അതായത് വർഗീയ വിഭജനം ഉണ്ടാക്കാനുള്ള, ആ നിലക്ക് രാജ്യത്താകെ അസ്ഥിരത ഉണ്ടാക്കിയിട്ട് ഇന്ത്യയെ തകർക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം തിരിച്ചറിഞ്ഞിരിക്കുന്നു സേന. അതിനെതിരെ അതിശക്തമായുള്ള തിരിച്ചടികൾ ഉണ്ടാകും എന്നതാണ് ആത്യന്തികമായിട്ട് നമ്മുടെ സേനയും രാജ്യവും ഭരണ സംവിധാനവും പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് കൃത്യതയാർന്ന വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ഇതിനകത്ത് സൈനികമായിട്ട് ഡ്രോണുകളെ ഉപയോഗിക്കുകയും മറ്റും ചെയ്തപ്പോൾ അതിനെതിരെ കൃത്യമായിട്ട് തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചതിന് അതിനെ തകർക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മളത് ചെയ്തു കൃത്യമായിട്ടെന്ന് പറയുമ്പോൾ തന്നെയും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ആദ്യ ദിവസം തൊട്ട് ഈ വിക്രം മിശ്രി എന്ന കശ്മീർ പണ്ഡിറ്റും സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ് എന്നിങ്ങനെ ബഹുസ്വര മതവിശ്വാസങ്ങളിലൊക്കെ പെട്ട നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ വന്നിട്ട് ഈ എങ്ങനെയാണ് വാർത്താ സമ്മേളനം നടന്നത്, ഇവർ 3 പേരും തന്നെയാണ് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടന്നത്. അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ബഹുസ്വരതയെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്ന കാര്യം കൂടി അതിനകത്തുണ്ട് എന്ന് നമ്മൾ ആദ്യ ദിവസം മുതൽ തന്നെ പറയുന്നതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ബഹുസ്വരതയെ ആക്രമിക്കുകയാണെങ്കിൽ അത് തന്നെ വെച്ചായിരിക്കും ഞങ്ങൾ മറുപടി നൽകുക എന്ന് പാകിസ്ഥാനോട് പറയുക മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കാകെ തന്നെയും നമ്മുടേത് ബഹുസ്വരതയാർന്ന
എന്നാൽ തന്നെയും ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നിൽക്കുന്നതിൻ്റെ കരുത്തുള്ള രാജ്യമാണ് എന്ന നല്ല അടയാള മൂല്യം സിംബോളിസം പ്രദർശിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്തത്. അതിന്നും കണ്ടു. അതിനകത്ത് അവർ കൃത്യമായിട്ട് പറഞ്ഞു, ഗുരുദ്വാര, പഞ്ചാബിലെ ഗുരുദ്വാര ആക്രമിച്ചു പാകിസ്ഥാൻ, അതുകൂടെ ലക്ഷ്യമിട്ടു, എന്നിട്ട് തിരിച്ച് അത് ഇന്ത്യക്ക് നേരെ വെക്കാൻ ശ്രമിച്ചു, നമ്മുടെ നഗരങ്ങളെ നമ്മൾ തന്നെയും ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന പോലുള്ള വ്യാജങ്ങൾ ഒരു രാജ്യത്തിന് അതിൻ്റെ തലപ്പത്തുള്ള ആളുകൾക്ക് ഒരു തരത്തിലും യോജിക്കാനാകാത്ത കാര്യങ്ങൾ അവർ ചെയ്തു എന്ന് വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളിലൂടെ വിക്രം മിശ്രയും സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും പറഞ്ഞു. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള പാകിസ്ഥാൻ്റെ ശ്രമമാണിതെന്ന് ലോകത്തോട് പറയുകയാണ്. ഈ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ അവർ തീവ്രവാദികളെ കൊണ്ട് ചെയ്യുന്ന അവരുടെ കാര്യങ്ങളുടെ ലക്ഷ്യം ഈ ഇന്ത്യ മഹാരാജ്യത്തെ ആ നിലക്ക് അസ്ഥിരപ്പെടുത്തുകയാണ് എന്ന കാര്യം വളരെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അവർ പാകിസ്ഥാൻ പലതവണ വെടിനിർത്തൽ ലംഘിച്ചു. അവരുടെ ഡ്രോണുകൾ തുർക്കിയിൽ നിർമ്മിതമാണ് എന്ന് പറയുമ്പോൾ തുർക്കി, ചൈന, മലേഷ്യ തുടങ്ങി പാകിസ്ഥാന് നാമമാത്രമായിട്ടാണെങ്കിലും പിന്തുണ ഈ ഘട്ടത്തിലും നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നിന് കൃത്യമായി തന്നെ അവരുടെ ആയുധം ഇന്ന് രാജ്യത്ത് നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഇന്ത്യ ഈ സമയത്ത് ശ്രമിച്ചു. കർത്താപൂർ സാഹിബ് തീർത്ഥയാത്ര താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. വ്യോമയാന സംവിധാനങ്ങളെ ആയുധവൽക്കരിക്കുക അല്ലെങ്കിൽ ആയുധമായിട്ട് ഉപയോഗിക്കുക പോലുള്ള അങ്ങേയറ്റം ഡേർട്ടി ആയിട്ടുള്ള ഗെയിമുകളിലേക്ക് പോയി. അതിന് വിശദാംശങ്ങൾ സനോജ് കൂടുതൽ നൽകും. ഇന്ത്യയിൽ ജനങ്ങൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങളെ ആ നിലക്ക് തന്നെ നേരിടും, അതിശക്തമായി തന്നെയും നേരിടും എന്ന് അവർ കൃത്യമായി തന്നെയും പറഞ്ഞു. ഇതിനകത്തുള്ള ഏറ്റവും ഗൗരവപ്പെട്ടൊരു കാര്യം, ബിനിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതെല്ലാം പറയുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള അമിതാവേശ പ്രകടനം നമ്മുടെ സേനാ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിക്കോ ഇല്ല എന്ന കാര്യം വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മാധ്യമങ്ങളിലും മറ്റും കാണുന്ന, അല്ലെങ്കിൽ പലയിടങ്ങളിലും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കാണുന്ന വലിയ അമിതാവേശ യുദ്ധപ്രകടനങ്ങൾക്കിടയിൽ വളരെ കമ്പോസ്ഡായിട്ടുള്ള വാക്കുകളിലൂടെ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഒട്ടും ആവേശപ്രകടനമില്ലാതെ വന്ന് സംസാരിക്കുക എന്ന കാര്യമാണ് അവർ, ആ ദൗത്യമാണ് അവർ നിർവഹിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെയും ഇന്നിപ്പോൾ വിമാന രേഖ റൂട്ടിൻ്റെ തെളിവ് നമ്മൾക്ക് മുന്നിലേക്ക് വെച്ചതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം അവർ മറ്റൊരു തെളിവ് വാർത്താ സമ്മേളനത്തിൽ വെച്ചിരുന്നു. അത് ഈ കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ അവിടുത്തെ സേനാ ഉദ്യോഗസ്ഥർ യൂണിഫോമോടെ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഫോട്ടോ ഈ വിക്രം മിശ്രയും വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രദർശിപ്പിച്ചിരുന്നു. അതിനകത്ത് ഹാഫിസ് അബ്ദുൾ റൌഫ് എന്ന അമേരിക്ക തന്നെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു അതിഭീകരനാണ് ഈ മരണാനന്തര പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന കാര്യം ആ ഫോട്ടോയിൽ വ്യക്തമായിരുന്നു. അയാൾക്കൊപ്പം പിന്നിൽ നിൽക്കുന്നത് യൂണിഫോം ഇട്ട പാകിസ്ഥാൻ്റെ ഉദ്യോഗസ്ഥരായിരുന്നു, പാകിസ്ഥാൻ സേനാ മേധാവികളായിരുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചാണ് ആ ഫോട്ടോ മുന്നിലേക്ക് വെച്ചാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയവും സൈനിക ഉദ്യോഗസ്ഥരും ഇതാ കണ്ടില്ലേ, ഭീകരരും സേനയും തോളോട് തോൾ ചേർന്നാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ഭീകരവാദികളായ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ സേനാ ഉദ്യോഗസ്ഥർ അവിടെ ആ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. ആ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതാണെങ്കിൽ ഈ പറയുന്ന ഭീകരവാദി നേതാവാണ് എന്ന കാര്യം കൂടെ വിക്രം മിശ്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീവ്രവാദികൾക്ക് സ്റ്റേറ്റ് ഫ്യൂണറൽ കൊടുക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്ഥാപിക്കാൻ ഈ സേനാ വിന്യാസവും പ്രതിരോധ ആക്രമണ ശ്രമങ്ങളും ഒക്കെ വളരെ കൃത്യതയാർന്ന സംവിധാനമായിട്ട് നടത്താൻ സാധിക്കുന്നു നമ്മുടെ സേനയ്ക്ക്. അത് ഭീകരവാദികളെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാകുന്നു. സാധാരണക്കാർക്ക് അപകടം പറ്റാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുന്നു. അതേസമയം നമ്മുടെ രാജ്യത്തെ വർഗീയമായി വിഭജിച്ച് അസ്ഥിരപ്പെടുത്താനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾക്ക് അതേ മറ്റുള്ള മറുപടി സിംബോളിക്കായിട്ട് വാർത്താ സമ്മേളനത്തിലൂടെയും വർത്തമാനങ്ങളിലൂടെയും നൽകുകയും ചെയ്യുന്നു. അവരുടെ ലക്ഷ്യം ഇന്നതാണ്. എന്നാൽ ആ രാഷ്ട്രം ഭീകരവാദികളെ ഉപയോഗിക്കുകയാണ് എന്ന നല്ല മെസ്സേജ് ലോകത്തിനാകെ തന്നെയും കൊടുക്കാനും സാധിക്കുന്നതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ നമ്മൾ കണ്ടത്. ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് എവിടെ നിന്നും നേരത്തെ പറഞ്ഞ പാകിസ്ഥാനോട് സൗഹൃദം കാണിച്ചിരുന്ന രാജ്യങ്ങളിൽ നിന്ന് പോലും അവർക്ക് ബ്ലാറ്റൻ്റ് ആയിട്ടുള്ള പിന്തുണ കിട്ടുന്നില്ല എന്ന കാര്യം നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടതാണ്. ഇത് ഒരേ സമയം മികച്ച യുദ്ധതന്ത്രത്തിൻ്റെയും മികച്ച നയതന്ത്ര ശ്രമങ്ങളുടെയും, അല്ലെങ്കിൽ നയതന്ത്ര ശ്രമങ്ങളെന്ന് വെച്ചാൽ മികച്ച ഈ വാർത്താ സമ്മേളനങ്ങളും മറ്റും കൈകാര്യം ചെയ്യുന്നതിൻ്റെയും ഒരു മികച്ച മാതൃകയായിട്ട് തന്നെ കാണണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യുദ്ധാശങ്ക രാജ്യത്താകെ തന്നെയുണ്ട്. കോമൺ സെൻസുള്ള എല്ലാ മനുഷ്യർക്കും യുദ്ധം എസ്കലേറ്റ് ചെയ്ത് പോകുമോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്ത് പോയി യുദ്ധമായി മാറുമോ, വലിയ പ്രയാസത്തിൽ ചെന്ന് സാധാരണ ജീവിതം പെടുമോ എന്ന വലിയ ആശങ്കയുണ്ട്. പക്ഷേ അങ്ങനെ ആശങ്കയുള്ളപ്പോൾ തന്നെയും പട്ടാളത്തിൻ്റെയും സേനാ ഉദ്യോഗസ്ഥരുടെയും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ഭരണ നേതൃത്വത്തിൻ്റെയും അങ്ങേയറ്റം അവധാനതയോടെയുള്ളതും കൃത്യതയാർന്നതുമായിട്ടുള്ള ഇത്തരം വർത്തമാനങ്ങൾ വലിയ ആശ്വാസമാണ് നൽകുന്നത്. വളരെ സൂക്ഷ്മതയോടെയാണ് വാക്കുകൾ പ്രയോഗിക്കുന്നത്, വളരെ സൂക്ഷ്മതയോടെയാണ് ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് എന്ന നല്ല മെസ്സേജ് ഈ ആശങ്കയുള്ള കാലത്ത് പൗരർക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒന്നുകൂടെ ഉറപ്പ് നൽകുന്നതായി ഇന്നത്തെ വാർത്താ സമ്മേളനവും എന്നാണ് എനിക്ക് തോന്നിയത്. ബിന്നിൽ, സനീഷ, അതിലേറ്റവും സനീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഫോക്കസ്ഡ്, മെഷേർഡ് ആൻഡ് നോൺ എസ്കലേറ്ററി എന്ന വാക്കുകളാണ് തുടർച്ചയായി ഇന്ത്യ കഴിഞ്ഞ രണ്ട് വാർത്താക്കുറിപ്പുകളിലൂടെയും സൈന്യത്തിൻ്റെ നടപടി എങ്ങനെയായിരുന്നു എന്നുള്ളതിന് ഉപയോഗിച്ച വാക്കുകൾ.
ഫോക്കസ്ഡ് മെഷേർഡ് നോൺ എസ്കലേറ്ററി, അളന്നു തൂക്കിയുള്ള വളരെ കൃത്യമായ ലക്ഷ്യത്തോടുള്ള മറ്റൊരു പുറപ്പാട് ഉണ്ടാകാത്ത വിധത്തിൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ സൈന്യം വാർത്താക്കുറിപ്പുകളെല്ലാം തന്നെ ഇറക്കിയിരുന്നത്. പ്രത്യേകിച്ച് ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഏതെങ്കിലും സിവിലിയനെ ലക്ഷ്യമിട്ടില്ല, പാക് പട്ടാളക്കാരനെ ലക്ഷ്യമിട്ടില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളെ നാശം വരുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു സൈന്യം അറിയിച്ചിരുന്നത്. പിന്നീട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ വിധത്തിലുള്ള പ്രതിരോധമുണ്ടായി. സനീഷ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആനുകാലികമായി ഇന്ത്യൻ മാധ്യമങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്ന രീതി, ഒട്ടും അവധാനതയില്ലാത്ത രീതി, അത് യഥാർത്ഥത്തിൽ സൈന്യത്തെയും നമ്മുടെ പ്രതിരോധ മന്ത്രാലയങ്ങളെയും കണ്ടു പഠിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടിയാണല്ലോ. യഥാർത്ഥത്തിൽ വളരെ അളന്നു തൂക്കി ഒരു വാക്ക് പോലും എവിടെയെങ്കിലും മുറിവേൽപ്പിക്കാത്ത വിധത്തിൽ വളരെ കൃത്യമായി പറയാനുള്ളത് പറഞ്ഞു വെക്കുകയാണല്ലോ അവർ ചെയ്യുന്നത്. നിശ്ചയമായിട്ടും ബിനിൽ, ഇതിനകത്ത് നമ്മുടെ സേനാ സംവിധാനം, ഇന്ത്യൻ സൈന്യം എന്ന് വെച്ചാൽ വളരെ ചരിത്രമുള്ള ഈ വലിയ സേനാ നീക്കങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള, എന്നാൽ അതേസമയം തന്നെ ഈ ബഹുസ്വരതയാർന്ന നമ്മുടെ രാജ്യത്തെ എല്ലാ ഭാഗത്തെയും എല്ലാ സമുദായങ്ങൾക്കകത്തെയും പെട്ട മനുഷ്യരൊക്കെ പെട്ടിട്ടുള്ള വലിയ ബൃഹത്തായ ഒരു സംവിധാനമാണ്. അത് വളരെ ആധുനികമായ ആയുധങ്ങളും ആധുനികമായുള്ള സാങ്കേതിക സംവിധാനവും ഒക്കെ ഉപയോഗിച്ച് പോകുമ്പോൾ തന്നെയും നമ്മുടെ പാരമ്പര്യത്തിൽ, അതായത് സെക്യുലറിസ്റ്റ് പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മികച്ച സംവിധാനമാണ്. അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ തലപ്പത്തേക്ക് ഏത് രാഷ്ട്രീയ തലത്തിലുള്ള ഭരണാധികാരികൾ വന്നാലും അതിന് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറുണ്ട്. അത് വല്ലാതെ ഉടച്ചു കളയാവുന്നതല്ല. നമ്മൾ ഈ ഭരണഘടനയെ പറ്റിയൊക്കെ പറയുന്നത് പോലെ സേനയ്ക്ക് സേനയുടേതായിട്ടുള്ള സ്ട്രക്ചറുണ്ട് എന്ന് നമ്മൾ ഒന്നുകൂടി അനുഭവിച്ചറിയുന്നൊരു കാലമാണ് ഈ ഘട്ടം. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് സുഘടിതമായിട്ടുള്ള വർത്തമാനങ്ങളും സുഘടിതമായിട്ടുള്ള രീതികളും അതിനുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ജിങ്കോയിസ്റ്റ് ആയിട്ടുള്ള ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക എന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നത് പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഒരു ഘട്ടത്തിൽ പെഹൽഗാം അറ്റാക്ക് ഉണ്ടായതിനു ശേഷം കേന്ദ്ര സർക്കാർ പട്ടാളത്തിന് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് അവർക്ക് ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ പട്ടാളത്തിൻ്റെ ഭാഗത്ത് നിന്ന്, സേനയുടെ ആകെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം കൃത്യതയാർന്നിട്ടുള്ള പ്രതികരണങ്ങളാണ് വന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഈ ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ കൗണ്ടർ പാർട്ടി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ലോകരാഷ്ട്രങ്ങൾ നോക്കുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നു എന്നതാണ് അവരുടെ കാഴ്ചപ്പാടിൽ ഇപ്പോഴത്തെ സംഭവങ്ങൾ ഉണ്ടാവുക. അവർ രണ്ടുപേരെയും തുല്യ സാഹചര്യങ്ങളിലൂടെ നോക്കാൻ ശ്രമിച്ചാലും ഈ രണ്ട് രാജ്യങ്ങളും എങ്ങനെയാണ് കാര്യകരിക്കുന്നതെന്ന് സംബന്ധിച്ച് നല്ല വ്യത്യാസം പൊതുവിൽ എല്ലാവർക്കും ഫീൽ ചെയ്യും എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഈ മട്ടിൽ വളരെ മെഷേർഡ് ആയിട്ടുള്ള വാക്കുകളിലൂടെ, കൃത്യതയാർന്ന വാർത്താ സമ്മേളനങ്ങളിലൂടെ, കൃത്യതയായിട്ടുള്ള വർത്തമാനങ്ങളിലൂടെ ഈ വർഗീയമായിട്ട് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് ഓരോ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ട് സിവിലിയൻസിനെ ഞങ്ങൾ ആക്രമിക്കാതിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ ആയുധ പ്രയോഗത്തിലൂടെ സിവിലിയൻസിന് നമ്മൾ ഈ സേന വിചാരിച്ചാലും ഇല്ലെങ്കിലും ഒരുപക്ഷെ ഭീകരവാദികളല്ലാത്ത ആളുകൾക്കും അപകടമുണ്ടായേക്കാമെന്ന സാഹചര്യം അവിടെ ഉണ്ട്. പക്ഷേ ആവർത്തിച്ച് ഓരോ വാർത്താ സമ്മേളനത്തിലും ഞങ്ങൾ സിവിലിയൻസിനെ ലക്ഷ്യം വെക്കുന്നേ ഇല്ല എന്ന് പറയുന്നത് ഒരു ഉറപ്പ് നൽകലാണ്, അല്ലെങ്കിൽ അതൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. നമ്മൾ ആയുധ പ്രയോഗം നടത്തുമ്പോൾ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ തീവ്രവാദികൾക്കെതിരെ മെഷേർഡ് ആയിട്ടുള്ള കൃത്യതയാർന്നിട്ടുള്ള ആയുധ പ്രയോഗമാണ് നടത്തുന്നത് എന്ന് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. അതൊരു വാല്യൂ ഉറപ്പ് വരുത്തലാണ്, ഒരു മൂല്യബോധത്തിൻ്റെ ഉറപ്പ് വരുത്തലാണ്. ഞങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള അതിനിഷ്ഠൂരമായിട്ടുള്ള ആക്രമണത്തിന് അതേ രീതിയിൽ അത് ചെയ്തയാൾക്കെതിരെ മാത്രം ഞങ്ങൾ ആക്രമണം നടത്തുകയാണെന്നാണ്. അതായത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ അടിക്കൂ എന്ന് ഈ സോഷ്യൽ മീഡിയയിലും മറ്റും ചില ജിങ്കോയിസ്റ്റ് മുദ്രാവാക്യങ്ങൾ കാണുന്നത് പോലെയല്ല. സേനയ്ക്ക് സേനയുടേതായിട്ടുള്ള ഉറച്ച അടിസ്ഥാനങ്ങളുണ്ട്. പക്ഷേ അതേസമയം നമ്മുടെ കൗണ്ടർ പാർട്ട് എന്ന് ലോകം കണക്കാക്കുന്ന പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ അതോറിറ്റികൾ അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുകൂടെ നമ്മൾ സ്വാഭാവികമായിട്ടും ലോകം നോക്കും, നമ്മൾ കൂടെ നോക്കണം. അപ്പോൾ ഖ്വാജ ആസിഫിൻ്റെ അൽ ജസീറയുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം അല്പം മുമ്പ് നേരത്തെ സെബാൻ റിപ്പോർട്ട് ചെയ്തല്ലോ. നമ്മൾ ഈ ബുള്ളറ്റിൽ അത് പോകുന്നുണ്ട്. അത് അങ്ങേയറ്റം ക്ഷീണിതനായിട്ടുള്ള ഒരു മന്ത്രിയായിട്ടും എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ ധാരണയില്ലാത്ത ഒരാളുമായിട്ടാണ് അവിടെ അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് കണ്ടത്. എന്ന് മാത്രവുമല്ല, ഷെഹബാസ് ഷെരീഫ് അടക്കമുള്ള ആൾ, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളുടെ വർത്തമാനങ്ങൾക്കെതിരെ പാർലമെൻറ്റിനകത്ത് തന്നെയും വലിയ വിമർശനം ഉയരുന്നുണ്ട്. അവിടെ പാർലമെൻറ്റിനകത്ത് തന്നെയും പാകിസ്ഥാൻ നശിക്കാൻ പോകുന്നത് എന്ന കരച്ചിൽ കേൾക്കാം. ഒരു ഭാഗത്ത് ഇമ്രാൻഖാനെ എന്തിനാണ് ഈ ഘട്ടത്തിൽ ജയിലിലിട്ടിരിക്കുന്നത് എന്ന കരച്ചിൽ കേൾക്കാം. ഇന്ത്യയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയിൽ നിന്ന് അതിശക്തമായിട്ട് BJP സർക്കാരിനെ എതിർത്തുകൊണ്ടിരുന്ന പ്രതിപക്ഷ പാർട്ടികളുണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്ന് ഈ ഘട്ടത്തിൽ ഒരൊറ്റ അക്ഷരം പോലും എതിർത്തുകൊണ്ട് ഉയരുന്നില്ല. ഒറ്റക്കെട്ടായിട്ട് ഈ സംഭവ വികാസങ്ങളെ മറികടന്നു പോകാനുള്ള ശ്രമമാണ് ഈ രാജ്യം നടത്തുന്നത് എന്ന തോന്നൽ ലോകരാഷ്ട്രങ്ങൾക്ക് ആകെ ഉണ്ടാകുമ്പോൾ, അതിനുള്ള അടയാളങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് പുറത്തേക്ക് വിടുമ്പോൾ, അതിനെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള യാതൊരു നീക്കങ്ങളും നമ്മുടെ രാഷ്ട്രതലപ്പത്തുള്ള ഭരണാധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കുമ്പോൾ, നമ്മുടെ സേന അതിനനുസരിച്ച് വളരെ കൃത്യമായിട്ട് സേനയാൽ നിക്ഷിപ്തമായിരിക്കുന്ന എന്താണോ കാര്യം
അതുമാത്രം ചെയ്ത് പിൻവാങ്ങുമ്പോൾ പാകിസ്ഥാൻ അങ്ങനെയല്ല. സേനയുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം വന്നല്ലോ അസിം മുനീർ, അവിടുത്തെ സേനയുടെ മേധാവി അസിം മുനീറിനെതിരെ അവിടെ പ്രശ്നങ്ങളുണ്ടായി എന്ന വാർത്ത അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. നമുക്കതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയുകയില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന വിധത്തിൽ അസ്ഥിരമായ രാജ്യമാണ് മുമ്പ് മുതൽ തന്നെ അവിടെ എന്ന് നമുക്കറിയാം. ഷെഹബാസ് ഷെരീഫ് പറയുന്നതിനെതിരെ വലിയ വിമർശനം അവിടുത്തെ പാർലമെന്റിൽ വരികയാണ്. ഖ്വാജ ആസിഫ് നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ ഇനിയൊന്നും ചെയ്യാതിരുന്നാൽ ഞങ്ങൾ പിന്മാറിക്കോളാം എന്ന് പറയുകയാണ്. അതേസമയം പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ അതിന് തൊട്ടു പിന്നാലെ നടത്തുകയാണ്. ആ നിലക്ക് ചിതറിയ ഒരു പൊതുമണ്ഡലവും ചിതറിയ ഒരു ഭരണ സംവിധാനങ്ങളും ഒട്ടും ഫോക്കസ്ഡ് അല്ലാത്ത ഒരു സൈനിക സംവിധാനവും ഒക്കെയുള്ള, നേരത്തെ തന്നെ അതങ്ങനെയായിരുന്നു പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെതിരായിട്ട് കൗണ്ടർ പാർട്ടായിട്ട് ഇന്ത്യ നിന്നിട്ട് ഇത്തരം സംഗതികൾ നടക്കുമ്പോൾ എത്രയ്ക്ക് ആശങ്കാകുലമായ സാഹചര്യം ലോകത്താകെ തന്നെ ഉണ്ടായാലും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ലോകത്തിനൊട്ടും താങ്ങാവുന്നതല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, യുദ്ധമുണ്ടായാൽ, സംഘർഷമുണ്ടായാൽ എന്നതാണ്. അപ്പോൾ ലോകത്തിനാകെ തന്നെയും ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് ഇത് മാറുമെന്ന ആശങ്ക പൊതുവിൽ മനുഷ്യർക്കകത്ത് ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും ആ ആശങ്കാകുലമായ സാഹചര്യത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പോലും സേനയും നമ്മുടെ